നേരത്തെ സൂചിപ്പിച്ചതിന്റെ തുടർച്ചയായി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോപാലൻ ഗോപാലിനെ ഇന്നും വിശദമായി ചോദ്യം ചെയ്യാൻ ഇഡി തയ്യാറെടുക്കുകയാണ്. ഗോകുലം ഗോപാലിന്റെ മൊഴി പരിശോധിച്ച ശേഷമായിരിക്കും വിശദമായ മറ്റു നടപടികളിലേക്ക് ഇഡി കടക്കുക. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ഇടങ്ങളിലാണ് ഇഡി ഇന്നലെ പരിശോധന നടത്തിയത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. എന്താണ് ഇപ്പോൾ ഇന്നലെ നടത്തിയ ഇഡി അന്വേഷണത്തിന്റെ തുടർച്ച എന്തുണ്ടാകുമെന്നതും പ്രധാനപ്പെട്ടതാണ്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇഡിയുടെ പരിശോധനയും ചോദ്യം ചെയ്യലും കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇന്നലെ ഉണ്ടായിരുന്നു. ഗോകുലം ഗോപാലിന്റെ ഓഫീസിലും അത് നമ്മൾ കണ്ടതാണ്. ഇന്ന് അത്തരമൊരു നീക്കം അവിടെ ആരംഭിച്ചിട്ടുണ്ടോ, അതോ അല്ലെങ്കിൽ ഇഡിയുടെ നീക്കം ഉണ്ടാകുമോ? സജിത്ത്, തികച്ചും നാടകീയമായ നീക്കങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. കോഴിക്കോടും കൊച്ചിയിലും ചെന്നൈയിലുമൊക്കെ വിവിധയിടങ്ങളിൽ 5 ഓഫീസുകളിൽ പരിശോധന നടത്തി. ഇതിനുശേഷം ചെന്നൈയിലെ ഓഫീസിൽ നിന്ന് ചില രേഖകൾ ഇഡി പിടിച്ചെടുത്തുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം കണക്കിൽ പെടാത്ത ഏതാണ്ട് 1.5 കോടിയോളം രൂപയും ഇഡി പിടിച്ചെടുത്തുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനയും ഇന്നലെ ലഭിച്ച ഗോകുലം ഗോപാലിന്റെ മൊഴിയും പരിശോധിച്ച ശേഷമാവും കൂടുതൽ നടപടികളിലേക്ക് ഇഡി കടക്കുകയെന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്നലെ രാവിലെ തന്നെ ഗോകുലം ഗോപാലിന്റെ വടകരയിലെ വീട്ടിലേക്ക് എത്താം എന്ന് ഇഡി ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും താൻ കോഴിക്കോട്ടേക്ക് വരികയാണ്, കോർപ്പറേറ്റ് ഓഫീസിൽ കാണാമെന്ന് അറിയിച്ചു. തുടർന്നാണ് കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധന നടത്തുകയും അവിടെ വെച്ച് തന്നെ ഗോകുലം ഗോപാലിനെ ഇഡി സംഘം ചോദ്യം ചെയ്യുകയും ചെയ്ത് അതിനുശേഷം എത്രയും പെട്ടെന്ന് ചെന്നൈയിലേക്ക് എത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയത്. ചെന്നൈയിലെ പ്രധാന ഓഫീസിലാണ് ഈ കണക്കുകളിലെ ചില ന്യൂനതകൾ കണ്ടെത്തിയത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ചെന്നൈ ഓഫീസിലേക്ക് വൈകുന്നേരം തന്നെ ഗോകുലം ഗോപാലിന് എത്തുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യൽ തുടരുകയുമായിരുന്നു. ഏതാണ്ട് 10 മണിക്കൂറിലധികം നീണ്ട പരിശോധനകളാണ് ചെന്നൈ ഓഫീസിൽ നടത്തുകയും ചെയ്ത് ഗോകുലം ഗോപാലിൽ നിന്നും ചില പ്രത്യേക ഫണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ചില പ്രത്യേക ഉറവിടങ്ങളിൽ നിന്നും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ ഫണ്ട് എത്തിയിരുന്നു. ഈ പണമാണോ എമ്പുരാൻ നിർമ്മാണത്തിന് ഉപയോഗിച്ചതെന്നടക്കമുള്ള ചില സംശയങ്ങൾ ഇഡിക്കുണ്ട്. എന്തായാലും ഇത് ദൂരീകരിക്കുന്നതിനുള്ള ഒരു പരിശോധനകൾ തന്നെ നടക്കുന്നു. നേരത്തെ 2023 ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്ത്. അതിനു മുമ്പായി ആദായനികുതി വകുപ്പും ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. അത് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന ഒരു കാര്യം ഉൾപ്പെടുത്തിയാണ് അന്നത്തെ ചോദ്യം ചെയ്യലുകൾ നടന്നത്. എന്തായാലും ആകെ തുകയായി കൂട്ടി വായിക്കുമ്പോൾ ഗുരുതരമായ അല്ലെങ്കിൽ ഗൌരവമുള്ള ചില നടപടികളിലേക്ക് ഇഡി കടക്കുന്നുവെന്ന് വേണം നമുക്ക് കരുതാൻ. പ്രത്യേകിച്ചും എമ്പുരാൻ സിനിമയ്ക്ക് ശേഷമുണ്ടായ വിവാദങ്ങൾ കണ്ടു. ഇപ്പോൾ പൃഥ്വിരാജിന് എതിരായ ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. അങ്ങനെ ഈ സിനിമയുമായി സഹകരിച്ചവരെല്ലാവരും ഈ കേന്ദ്ര ഏജൻസികളുടെ റഡാറിന് കീഴിലേക്ക് വരും എന്ന സമൂഹമാധ്യമ പ്രചാരണമൊക്കെ ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സജിത്ത്, ഗോപാലിനെതിരായി ഇഡി നീക്കവും തുടരുകയാണ്. ഇന്നും ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കാമെന്നാണ് ലഭ്യമാവുന്ന സൂചനകൾ. ചെന്നൈയിൽ ഒപ്പം കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും അടക്കം പരിശോധനകൾ തുടരുകയാണ്. ഇന്നും ഇത്തരം നീക്കങ്ങൾ പ്രതീക്ഷിക്കാം.